ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു കാസർഗോഡൻ ലഞ്ച് കോംബോയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന. നമ്മൾ നോമ്പും പെരുന്നാളും ഒക്കെ ചിക്കനും അതുപോലെ മട്ടനും ബീഫും ബിരിയാണിയും പത്തിരിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മടുത്തിരിക്കുമ്പോൾ നമുക്കിതുപോലൊരു നാടൻ ടൈപ്പിലുള്ള ലഞ്ച് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പതിവാണ്. ഇനി കാസർഗോഡ് കൂടുതലും ഇതുപോലത്തെ ലഞ്ചാണ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഓരോന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏതാണോ വേണ്ട അതെടുത്ത് കാണാം. അപ്പോൾ ഇതിൽ ആദ്യം രാവിലെ നമ്മൾ ഒരു ഉച്ചക്കത്തേക്കുള്ളൊരു ലഞ്ച് റെഡിയാക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇതിൽ ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പുഴുക്കലരി ചോറ് ഇതുപോലെ റൈസ് കുക്കറിലാണ് വെക്കാറുള്ളത്. ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ച് വെക്കുമ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ, ഇതിപ്പോൾ എത്ര നേരം ഈ ഒരു കുക്കറിൽ എത്ര നേരം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമില്ല. പാകത്തിന് ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഞാൻ ആദ്യം ഇതിൽ പയർ കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പയർ എടുത്തിട്ടുണ്ട്, ചെറുപയർ. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ വേണ്ടത് തേങ്ങ, ഒരു അരപ്പരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം ചെറിയ ഉള്ളി, അതുപോലെ ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കുമ്പോൾ ഒരു ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചൂടായി വരുമ്പോഴേക്കും ആദ്യം കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ആദ്യം. അപ്പോൾ ഇതിൽ 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത ഇഞ്ചിയും 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത വെളുത്തുള്ളി രണ്ടും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള ഒരെണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുത്ത. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം, വലുതാണെങ്കിൽ 1 എണ്ണം എടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച പയർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അരച്ച അരപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നോക്കിയിട്ട് ഒരിച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ഒരിച്ചിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് അധികം ലൂസായിട്ടല്ല, കുറച്ച് തിക്കായിട്ടുള്ളൊരു കറി തന്നെയാണ്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി. നല്ല അടിപൊളിയാണ്. വേണമെങ്കിൽ ഒരിച്ചിരി മല്ലിയിൽ അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 കറികളാണ് കേട്ടോ കൂട്ടാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ മുരിങ്ങയില ഞാൻ ഇതുപോലെ ഒന്ന് നുള്ളിയെടുത്തിട്ട് നല്ലോണം വാഷ് ചെയ്ത് നുള്ളിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാടൻ സ്റ്റൈലിൽ, കാസർഗോഡൻ സ്റ്റൈലിലുള്ള കറിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ ജാക്ക് ഫ്രൂട്ട് സീഡ്, ചക്കക്കുരു വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ചക്കക്കുരു ഇല്ലാത്തത് കൊണ്ട് ഞാൻ 1/4 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് നല്ലൊരു ഹെൽത്തി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേവാനുള്ള ഉപ്പും കൂടെ, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇച്ചിരി വെള്ളം ഇതിൽ വേണം കേട്ടോ. കംപ്ലീറ്റ് വെള്ളം വറ്റിച്ചെടുക്കണ്ട. വെള്ളം ഇല്ലെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ മുരിങ്ങയില ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മുരിങ്ങയിലൊക്കെ അധികം വേവൊന്നുമില്ല. അപ്പോൾ ഇത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ.
ഈ ഒരു സമയത്ത് തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടായിരുന്നു, വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതൊന്നും വേണ്ട. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിന്. ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ഒരു 1/2 മിനിറ്റ്, 1 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഒരു 30 സെക്കൻഡോളം മാത്രം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെള്ളമൊക്കെ വറ്റി പാകത്തിനുള്ള വേവന ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ടൊന്ന് വറവിടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒന്ന് വഴറ്റി സവാള അതുപോലെ തേങ്ങയൊക്കെ വറുത്ത് ഒക്കെ ഞാൻ സദ്യ ചെയ്യുന്ന സമയത്ത് ഒരു മിക്സഡ് വെജിറ്റബിൾ തോരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ്. പിന്നെ നമുക്കിത് മാറ്റി വെക്കാം. ഇത് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞങ്ങൾ സാധാരണ ഇങ്ങനെയുള്ള തോരനൊക്കെ വെക്കുമ്പോൾ കടുകിട്ട് കൊടുക്കാറില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാനൊരു ഇച്ചിരി കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 3 വെളുത്തുള്ളി അല്ലി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ കറിയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ക്യാരറ്റ് മുരിങ്ങയില തോരനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ചക്കക്കുരു വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്, ചക്കക്കുരു മുരിങ്ങയിലയും വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ സാധാരണ ഉള്ള ഇലയാണല്ലോ ഈ ഒരു മുരിങ്ങയില. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഒഴിച്ചു കൂട്ടാനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഇതും കാസർഗോഡൻ സ്റ്റൈലിലുള്ള കറി തന്നെയാണ്. അപ്പോൾ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ചെടുക്കാനായിട്ട് 1 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുക. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. അതുപോലെ വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാത്ത മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ്. ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കാം. മിക്സിയിലാണെങ്കിൽ മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഗ്രൈൻഡറിലാണെങ്കിൽ ഗ്രൈൻഡറിൽ. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു 3/4 ഭാഗം അരഞ്ഞ് വരുമ്പോഴേക്കും ഇതിലോട്ട് പുളി ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചെമ്മീൻ കറിക്ക് ഒരുപാട് പുളി ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മീൻ കറിക്ക് ചേർക്കുന്ന പോലെ അത്രയും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ചെമ്മീൻ കറിക്ക് നമ്മൾ നേരത്തെ മത്തിക്കറിക്ക് ചേർത്ത പോലെ തക്കാളി കറിവേപ്പിലൊന്നും ചേർത്ത് കൊടുക്കാറില്ല. അതുപോലെ മുളകും പുളിയും ഒക്കെ കുറവാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്, കാസർഗോഡൻ സ്റ്റൈലിലുള്ള കറിയൊക്കെ. ഇനി ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു കറി കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം ചെമ്മീനാണ് കേട്ടോ ഞാൻ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വീണ്ടും തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ചെമ്മീൻ കുറഞ്ഞു പോകരുത് കേട്ടോ. കൂടുന്ന കൊണ്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, കൂടുന്ന കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് കുറഞ്ഞു പോയാൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല.
അപ്പോൾ ഞാൻ മൊത്തം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിക്കുക. തിള വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ 1-2 ടീസ്പൂൺ സവാള അരിഞ്ഞതൊന്ന് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളക്കുമ്പോൾ തന്നെ ചെമ്മീൻ വെന്ത് കിട്ടും. പിന്നെ ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കണമെന്നില്ല. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് കാസർഗോഡൻ സ്റ്റൈലിലുള്ള ചെമ്മീൻ കറി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്കൊരു ഫ്രൈയും കൂടി ഉണ്ടാക്കിയെടുക്കാം. റവ കോട്ടിങ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മസാല ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 10-12ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലി ചേർത്ത് കൊടുത്താലും മതി 1 ടീസ്പൂണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1-2 കറിവേപ്പില, 1-2 തണ്ടാണ് കേട്ടോ. അതുപോലെ 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗറിന് പകരം ലെമൺ ഡ്രോപ്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് മത്തി ഫിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് എടുക്കാം. അപ്പോൾ ഒരു 15 മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാകത്തിനാകുന്നുണ്ട് ഇത്രയും മീൻ ഈ ഒരു മസാലയിലോട്ട്. പിന്നെ നമ്മളിത് നല്ലോണം മീനിൻ്റെ എല്ലാ അകത്തും ഒക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഇടത്തും നല്ലോണം മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മീൻ ഇതിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്യുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെ ആക്കി വെക്കാം കേട്ടോ എല്ലാ ഫിഷും. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മസാലയൊന്നും ബാക്കിയായിട്ടില്ല. ഒരിച്ചിരി മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. ഇനി നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുത്താൽ മതി, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. അപ്പോൾ എണ്ണ നല്ല ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിനനുസരിച്ച് ഫിഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒറ്റ പ്രാവശ്യമായിട്ട് പറ്റുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റാം. 2 സൈഡും ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റിയാൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ റവ കോട്ടിങ് ചെയ്തിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു മീൻ ഫ്രൈയും നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മീൻ കറിയും ചീരത്തോരനും പയർ കറിയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്